ഫ്രണ്ട്സ്, വെൽക്കം ടു നന്ദിത ശാലിനി. അപ്പോൾ ഇന്ന് നമ്മൾ സീസായെന്ന് മേടിച്ച അൺബോക്സിങ് വീഡിയോയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ മുറിയൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ വേറെ റൂമിൽ പോയി അൺബോക്സ് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ അൺബോക്സിങ് ഏതാന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ അൺബോക്സ് ചെയ്യാനുള്ള ബാഗ്. ഇല്ല എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എന്നാലും ഒരു മൂന്നല്ല കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല, കാരണം പിന്നീട് നമ്മൾ പുതിയത് മേടിച്ച് നമ്മൾ കാരണം ഇടയ്ക്കിടയ്ക്ക് അൺബോക്സിങ് വീഡിയോ ഇടാറുള്ളൂ, അത് കാരണമാണ്. അപ്പോൾ ഇത് ആദ്യത്തെ സാധനം ഏതാന്ന് വെച്ചാൽ നമ്മളുടെ പുതിയൊരു ഫയലാണ്. അതാണ് നമ്മളുടെ ലബൂബു ഫയൽ. ഇതാണ് നമ്മളുടെ ലബൂബു ഫയൽ. കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറല്ലേ? നിങ്ങൾ ആരും ഒരു സാധനം മിസ് ചെയ്യാൻ മറക്കരുത്. ഈ സാധനം ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ കാണണം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരു 10 സെക്കൻഡ്സ് കൗണ്ട് ചെയ്യാം, നിങ്ങളത് നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ കണ്ടവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക, കാണാത്തവരെ ഒന്ന് പറയുക. ഇതാണ് നമ്മളുടെ ലബൂബു ഫയൽ. തുറക്കാനൊക്കെ ഒരു ഇതുണ്ട്, കണ്ടോ? അപ്പോൾ ഇത് നമ്മളുടെ ലബൂബു ഫയൽ. പിന്നെ അടുത്ത സാധനം എന്താന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ പുതിയ ഒരു നെയിൽ സ്റ്റിക്കറും പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രേസ്ലെറ്റും ആണ്. ഇതാണ് സാധനം. എന്നിട്ട് ഈ സാധനം നമ്മൾക്കൊന്ന് തുറന്നു നോക്കാമേ. കണ്ടോ? ഈ ബ്രേസ്ലെറ്റ് എനിക്ക് മാച്ച് ആവുമെന്ന് തോന്നുന്നു, കാരണം ഇത് അത്ര ചെറുതാ. ഇതിൻ്റെ അത്ര വലുത് സൈസാണെങ്കിൽ എനിക്ക് മാച്ച് ആവത്തില്ല. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ട? പിന്നെ ഇവിടെ ഗ്ലൂ സ്റ്റിക്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഗ്ലൂ സ്റ്റിക്സ് ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. ഓ അയ്യോ, എന്താണ്, കൊള്ളാല്ലേ? ഗ്ലൂ സ്റ്റിക്ക് കണ്ട? ഇതൊരു നെയില് ആണ്. ഇതാണ്, കാണാമോ? ഈ നെയിൽ ഇങ്ങനെ ഒട്ടിച്ചേക്കാം, അതാണ് സാധനം. ഇനി ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വെക്കാം. അല്ലെങ്കിൽ വല്ലതും കാണാതായാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതൊന്നും ഇളക്കിയെടുക്കണില്ല, കാരണം ഇത് ഒട്ടി പിടിക്കും ചിലപ്പോൾ. ഇനി ബ്രേസ്ലെറ്റ് ഒന്ന് ഇട്ട് വെക്കാം. കണ്ടില്ലേ? ഇതെനിക്ക് നല്ല മാച്ചാണ്, ഒരു പ്രശ്നമൊന്നുമില്ല. മാച്ച് ആവില്ലെങ്കിൽ എനിക്കിത് വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വന്നേനെ. എന്തായാലും ഇതൊരു ബ്രേസ്ലെറ്റ് ആയതുകൊണ്ട് ഇത് മാച്ചും ആയല്ലോ. ഇനി ഞാൻ ഇതൊന്ന് അടയ്ക്കാൻ വേണ്ടി ഇത് എങ്ങനെയാണ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് തന്നെ എനിക്കറിയില്ല. ഓ, ഇങ്ങനെ തിരിച്ച്. ഓക്കെ, ഇപ്പൊ കിട്ടി. ഇതിപ്പോ അടച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് തിരിച്ചു വെച്ചു. തിരിച്ചൊന്ന് എവിടെയാണ് കിട്ടിയത് അവിടെ തന്നെ ഞാൻ പ്രാവശ്യത്തേക്ക് വെച്ചേക്കാം. നേരെ കയറ്റണം. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു 13 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇനി ഞാൻ മോർ വീഡിയോസ് ഇടാൻ പോവുകയാണ്. പിന്നീട് വരുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഇടും. എത്ര വീഡിയോസ് വേണമെങ്കിലും ആയിക്കോട്ടെ, കാരണം എനിക്കൊന്ന് വീഡിയോ കിട്ടാൽ മതി.
സമയമൊന്നും കിട്ടണില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇടും. അയ്യോ, എന്ത് നല്ല പാടാണ്. കേറ്റാനൊക്കെ നല്ല പാടാട്ടോ. ഇനി അടുത്തത് എന്താന്ന് വെച്ചാ, നമ്മളുടെ സിനിമ റോൾ എന്താണ് ഈ ശരിക്കും സാധനം എന്ന് വെച്ചാൽ ഇതാണ്. ഈ സാധനത്തിന് ഇത് ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എഴുതിയതൊക്കെ ആർക്കെങ്കിലും മനസ്സിലാവുന്നെങ്കിൽ ഒന്ന് എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് ശരിക്കും സാധനം. സാൻറിയോൻ്റെ ഒരു സാധനമാണ്. കുറച്ചു നേരം പിടിച്ചു വെച്ചേക്കാണ്. ഇനി നിങ്ങൾ കണ്ടിട്ടുള്ളവർ പറയാം എന്താണ് മനസ്സിലായെന്ന്. ഇതിലെന്താണെന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കിറ്റൊക്കെയാണ് കാണുന്നത്. ഫ്രെയിം ചെയ്യാനുള്ള ഇതും ഒക്കെ ഇട്ടുണ്ട്. വേറെ ഇതുണ്ട്. ഈ സാധനങ്ങൾ സ്ഥലം മാറ്റണമെങ്കിൽ ഞാൻ സ്ഥലം മാറ്റാം, എന്നിട്ട് ഞാൻ പറയാമേ. ഈ സ്ഥലം എന്തായാലും കൊള്ളാം. അപ്പോൾ ഈ ഫ്രെയിമൊക്കെ എല്ലുണ്ട്. പിന്നെ കുറച്ച് മാർബിൾസും. ഇതെന്താണെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കിത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതെന്താണ് ശരിക്കും സാധനം എന്ന് വെച്ചാൽ, ഇവിടെ ഓരോ അക്ഷരങ്ങളും ഉണ്ടാവും. ഇത് നമ്മൾ ഇതെടുത്ത് അവിടെ ഒട്ടിക്കും. അതാണ് ശരിക്കും സാധനം. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. പല അക്ഷരങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇത്രയും അക്ഷരങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവിടെ ഇത്ര സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇതെന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താണ്? ഇപ്പോഴാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലായത്. ഇവിടെ ഒരു സ്ലിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം നമ്മളത് ഇതിൽ മുക്കണം. എന്താ അത് ശരിക്കും സാധനം? ABCHC ഓർഡറിലല്ല കേട്ടോ ശരിക്കും തന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്ര ഷീറ്റുണ്ട്. ആ ഷീറ്റൊക്കെ ഒന്ന് ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ. എന്തായാലും ഞാൻ എൻ്റെ കത്രി എന്ന് പോയി എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ സിസേഴ്സ് ഉണ്ട്. ഇനി ഞാൻ ഒന്ന് പൊട്ടിക്കട്ടെ. ഇതുവരെ എവിടെ നിന്നാണ് പൊട്ടിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പൊട്ടിക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് പൊട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഓക്കെ മനസ്സിലായി. പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഇവിടെ ഇടണം എന്ന് തോന്നുന്നു. ഞാൻ അതിൽ നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ.
ഫുള്ളും എടുത്തിടുകയാണ്. ഇവിടെ എല്ലായിടത്തും വീഴുന്നുണ്ട്. ഈ ഒരു ട്രേയിലാണ് ഇടേണ്ടത്. കണ്ടോ? എനിക്കിത് ഫുൾ ഇട്ടേ പറ്റൂ, കാരണം ഇത് ഫുൾ ആവശ്യമുണ്ടാവും. അത് കാരണമാണ് ഫുൾ ആവശ്യം ഉണ്ടാവുമെങ്കിലാണ് ആ ഫുള്ള് തന്നത്. അപ്പോൾ ഒരെണ്ണം പോലും കാണാതെ ഞാൻ ഇടും. താഴെ വീണതെല്ലാം ഞാൻ ഇപ്പം എടുത്തിടയാട്ടോ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് സൂക്ഷിച്ചു നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. ഇതേതാ? ഇതൊക്കെ ഏതാ? ജി ഏന്റെ വലുതൊന്നും ഇവിടെ ഇല്ലല്ലോ. എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഫ്രണ്ട്സ്. ഞാൻ ആകെ ഇപ്പോൾ ഒരെണ്ണെ പൊട്ടിച്ചിട്ടുള്ളൂ. ഏന്റെ വലുതുള്ളത് കമൻറ്റ് ചെയ്യാം. ചിലപ്പോൾ ഏന്റെ വലുതില്ലായിരിക്കാം. ആ തന്നെ അവർ വലുതാക്കി ഇട്ടതായിരിക്കാം. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയും കുറേ ഉണ്ടല്ലോ. എൻ്റെ ഒരു ഫ്രണ്ട്സ്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരെണ്ണം, ഈ ഒരെണ്ണം കിട്ടി. 3 എണ്ണം എനിക്ക് കിട്ടി. ചവിട്ടി കണ്ടുപിടിക്കുക കേട്ടോ. എല്ലാം ആയി കാണും. എല്ലാം ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒട്ടിക്കും. ഞാൻ ആദ്യം ഈ സാധനത്തിലൊരു സ്ലിപ്പ് ഉണ്ട്. ആ സ്ലിപ്പ് ആദ്യം ഞാൻ ഊരെയാണ്. ഇതാണ് കേട്ടോ സ്ലിപ്പ്. ഇത് നമ്മൾ പെൻസിലെടുത്ത് ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുക. എനിക്കത് കിട്ടണില്ല ശരിക്കും. ഇതെന്തിനാണ് നോക്കട്ടെ. ഒരു പെൻസിലെടുത്ത് മുക്കുക. ഇതൊക്കെ എന്ത് സാധനങ്ങളാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതെന്താന്ന് തന്നെ എനിക്കറിയില്ല. ഇത് ആദ്യം ഇങ്ങനെ മുക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുകയായിരിക്കാം. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എനിക്ക് എല്ലാം ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ മുക്കി എടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുക. പക്ഷെ അപ്പോൾ ഓക്കെ, ഇതപ്പോൾ കഴിഞ്ഞു. ഇനി ഞാൻ അടുത്തത് എന്താന്ന് കാണിച്ചു തരാം. ഇനി അടുത്തത് ഞാൻ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ അടുത്ത 2 സാധനങ്ങളാണ്. ഒരു ഫാഷനായിട്ടുള്ള പെന്നുണ്ട് കേട്ടോ. കണ്ട, ഒരു ക്യൂട്ട് ചിക്കൻ്റെ പെന്നാണ്. ഞാൻ അവിടെ കുറേ പേനകൾ ഇതുപോലെ വവലയായിട്ട് കണ്ടു. അതൊക്കെ എനിക്ക് മേടിക്കാൻ തന്നെ തോന്നുന്നു. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ നല്ലൊരു ഇതാണ്. ഇത് മാത്രമല്ല, ഇതിലൊരു ആനിമലും കൂടി ഉണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനെ മേടിച്ചത്. അപ്പോൾ ഇതൊരു ജെട്രോൺ ആണെന്ന് തോന്നുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണേ ഗൈസ്. കണ്ടില്ലേ, ഇത് ജെല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ അടുത്ത സാധനമാണ്. നിങ്ങൾക്ക് എനിക്കൊരു ഇതിനെ പറ്റി ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് വൈറ്റ്നർ ഉപയോഗിക്കാൻ അറിയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിന്ന് ഫസ്റ്റ് ടൈമാണ് ഒരു വൈറ്റ്നർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ്നർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൽ മതി. എനിക്കൊന്ന് അതിൻ്റെ ഇത് കിട്ടണം. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എനിക്ക് എന്താണെന്ന് തന്നെ മനസ്സിലാവണില്ല. കണ്ടോ, ഞാൻ ഒരു പേപ്പറിൽ തെളിയിച്ചു നോക്കിയിട്ട് തരാമേ. ഓക്കെ, അപ്പോൾ ഇതൊരു പേപ്പർ. ഇവിടെ പേന കൊണ്ട് എഴുതിയേക്കുന്നു. ഞാൻ ഇവിടെ വായിക്കുമ്പോൾ ഒന്നും തന്നെ പറ്റണില്ല. കണ്ട, ഞാൻ ഇതാ ഈ പേന കൊണ്ട് എഴുതിയ സ്ഥലത്ത് വായിക്കുകയാണ്. എന്നിട്ടൊന്നും പറ്റണില്ല. ഇതെനിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. എനിക്കറിയത്തില്ല ഞാൻ ഉപയോഗിക്കുന്നത് തെറ്റാണോന്ന്. ഇത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ ഇനി വല്ലതും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ലോങ്ങസ്റ്റ് വേർഡും കൂടി എനിക്ക് പറയണം. ലപ്പട്ട് ടൊമാറ്റോ സാറ്റോ കാരറ്റ് ടണലിം സാലഡും ഹപ്പ ടൊമാറ്റോ സിഫിയോ പറാമെനോ കതക്കറ്റി മേനോ കിക്കളപ്പി കോസി ഫഫാറ്റോ സലാറ്റോ. ഒരു മിനിറ്റ് തെറ്റിയിട്ട് ഗൈസ്. അല്ല ഫ്രണ്ട്സ്, സോറി ഫ്രണ്ട്സ്, എൻ്റെ ആ എന്തോ ഒരു ഇത് കാണാനില്ല, അതുകൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ നാളെയോ മറ്റന്നാളോ അങ്ങനെ ഞാൻ വീഡിയോ ഇടും. അപ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതെൻ്റെ സ്പെഷ്യൽ താങ്കിങ് വേർഡാണ്. എനിക്കൊരു അറിയുന്ന ഒരു 2 വേർഡുണ്ട്, അല്ല 3 വേർഡുണ്ട്. അതൊക്കെ ഞാൻ പറയാം. പിന്നെ മൈക്രോസോഫ്റ്റ് സിൽക്കോനെ കൊണേസസ്, അതൊരു വേർഡാണ്. അതൊരു ലങ്സിൻ്റെ എന്തോ ഒരു പ്രശ്നത്തിൻ്റെയാണ്. കാരണം ഇപ്പം മൾട്ടാനോഫോബിയ, അതെനിക്കറിയില്ല മീനിങ്. പിന്നെ സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക്സ്, അതെന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാordinary ആണ്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ ഒരു പുതിയ ഫോട്ടോ ഒട്ടിച്ചു. നമ്മൾക്കൊരു പുതിയ പ്രിൻ്റർ മേടിച്ചു. അതിലാണ് ഇതൊക്കെ പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചത് തന്നെ. നമ്മൾ ടേപ്പൊക്കെ എന്തോ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ ഇനി മുതൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ബായ് പറയുന്ന ഒരു സ്പെഷ്യൽ ഇതിലാണ്. അതാണ് ഹലോ 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 ബൈ ബൈ ബൈ. ഇതല്ല കേട്ടോ തെറ്റി. ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഇതിലാണ് ഞാൻ ബായ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. Hi friends, who are you? I am ready to see you and I'm gonna go. Bye bye Nandita Shalini. ഇതാണ് എൻ്റെ സ്പെഷ്യൽ ബൈ. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നും കൂടി പറഞ്ഞാലോ. എന്നിട്ട് ഞാൻ എൻ്റെ പുതിയ വീഡിയോ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. Hello, hello, hello my friends. I don't know who are you, but I meet you. Now I'm